അസ്സലാമു അലൈക്കും. ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളിട്ടോ. അധിക സ്ഥലത്തും അധിക ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ് ഒരു കബറിൻ്റെ വീതി, ഒരു കബറിൻ്റെ ആയം അത് എത്രയാണെന്നുള്ളത്. അത് കറക്റ്റാക്കി പറഞ്ഞു കേട്ടോ. അതായത് ഒരാൾ നിന്ന് കൈ പൊന്തിച്ചാലുള്ള ആയം, വിശാലമായ വീതി, അതാണ് കബറിൻ്റെ ഒന്നാമത്തേത്. രണ്ടാമത്തേത് വാസന പുറത്ത് വരാത്ത കോലത്തിലും പിന്നെ വന്യമൃഗങ്ങൾ മാന്താത്ത കോലത്തിലും ആക്കൽ നിർബന്ധമാണ്. അത് പക്ക നിർബന്ധമാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, ഒരാൾ നിന്ന് കൈ പൊന്തിച്ചാലുള്ള ആയം, വിശാലമായ വീതി, അത് എന്തില്ല, നിർബന്ധമില്ല, അത് സുന്നത്തുള്ളൂ. അത് എത്രയും നമുക്ക് വേണമെങ്കിൽ ആയം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ പല പള്ളിക്കലും അതുകൊണ്ടാണ് പല ആയം പല വീതിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആൾക്കാർ നമുക്ക് പറഞ്ഞു കേൾക്കാം 6 അടി ആയം 6 അടി ആയം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കാം. അങ്ങനെ ഒരു ഇസ്ലാമിൽ 6 അടി ആയമൊന്നുമില്ല. അത് അഥവാ 6 അടി ആയം കറക്റ്റ് ഇസ്ലാമിൽ അങ്ങനെ നിർബന്ധം ഉണ്ടെന്നെങ്കിൽ നമുക്ക് എല്ലാ പള്ളിക്കലും എന്താവേണ്ടി വരും, ഒരേമാതിരി നിസ്കാരത്തിൻ്റെ മാതിരി ഒരേമാതിരി ആക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഓരോ പള്ളിയിലും ഓരോ ആയം ഓരോ വീതി. അതുപോലെ തന്നെയാണ് മയ്യത്ത് ശ്രദ്ധിച്ച് കേട്ടുള്ളൂ. ആണുങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും അറിയാം. പെണ്ണുങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ ഒരു കാണാത്തതുകൊണ്ട് പറയട്ടോ, എപ്പോഴും മയ്യത്ത് ഏത് മയ്യത്താണെന്നുണ്ടെങ്കിലും മയ്യത്ത് ചെരിച്ചിട്ടാണ് കെടുത്തുക. നമ്മൾ പെരയിൽ കെടുക്കുന്ന മാതിരി ഇങ്ങനെ മലർത്തിയിട്ടൊന്നും കെടുത്തൂല. അപ്പോൾ അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ആൾക്കനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുക, വീതി കൂട്ടുക. അപ്പോൾ ഇതിപ്പോൾ ഈ കബറ് പറഞ്ഞാൽ അത്യാവശ്യം പിന്നെ ഒരു തടിയുള്ള ആൾക്കുള്ള കബറാണ്. അതേ സ്ഥാനത്ത് നല്ല തടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് വീതി കൂട്ടും, നീളമൊക്കെ കൂട്ടും. ആൾക്കനുസരിച്ചിട്ട് ഇതൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരാൾ നിന്ന് കൈ പൊന്തിച്ചാലുള്ള ആയം, വിശാലമായ വീതി, അത് നിർബന്ധമില്ല, സുന്നത്താണ്. വന്യമൃഗങ്ങൾ മാന്താത്ത കോലത്തിലും വാസന പുറത്ത് വരാത്ത കോലത്തിലൊക്കെ ആക്കലാണ് പക്ക നിർബന്ധം. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു നിർബന്ധം കൂടി ഉള്ളതെന്ന് വെച്ചാൽ, മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ മയ്യത്ത് ചെരിഞ്ഞണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ കുടുംബക്കാർ മേലെ നിങ്ങൾ ചോദിക്കണം. ആ കബറിൽ ഇറക്കി വെക്കുന്ന ആൾക്കാരോട് മയ്യത്ത് ചെരിഞ്ഞണോ എന്നുള്ളത്. അത് നല്ലോണം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ചോദിക്കലുണ്ടോ? ആര് ചോദിക്കണേ? അത് മയ്യത്തണ്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നേരെ അത് കെട്ടങ്ങോട്ട് അയച്ചിട്ട് അതിൻ്റെ മേലെ മുടലിൽ വെച്ച് മണ്ണ് വാരിടുക എന്നല്ലാതെ ആരും ചോദിക്കലില്ല. ചോദിക്കൽ നിർബന്ധം. നിങ്ങൾ ചോദിക്കണം. ഒക്കെ ചെരിച്ച് കെടുത്തൽ നിർബന്ധമാണ്. ചിലപ്പോൾ ചെരിയാതൊക്കെ കെടുക്കുന്ന മയ്യത്തുകളൊക്കെ ഉണ്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ. പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മൾ മയ്യത്ത് ഇങ്ങനെ ചെരിച്ച് കെടുത്തി കഴിഞ്ഞാൽ ചില മയ്യത്തൊക്കെ കാണാം മുഖമൊക്കെ ഇങ്ങനെ മുകളിലേക്ക് കായ്ക്കും. ഇത് ഞാൻ ബെണ്ടൽ വിടുന്നല്ലേ, നമുക്കിങ്ങനെ ഇങ്ങനെ കെട്ടയച്ച് നോക്കുന്ന സമയത്തൊക്കെ കാണുന്നോണ്ട് പറയാണ്, ആണായാലും പെണ്ണായാലും. അപ്പോൾ എന്ത് ചെയ്യുക, മേലെ നിങ്ങൾ പറയാം അത് കറക്റ്റാണോ, മയ്യത്ത് അതിൻ്റെ ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കുക, അത് ലെവലാക്കി വെക്കുക, അതിങ്ങനെ വെക്കുമെന്ന് പറയാം. കാരണം നമ്മളൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മട്ടം പോലെ വൃത്തി പോലെ ചെയ്യുന്നത്. ഞാൻ കുറേ സ്ഥലത്ത് കണ്ടുകൊണ്ട് പറയട്ടോ, ഓല് നേരാണ്ട് ഇറക്കി വെക്കും, അത് കെട്ടയക്കാതെ ആണ്ട് വെക്കും. എന്ത് കോലത്തിൽ, ചിലപ്പം പല ശരീരം പല കോലത്തിലുണ്ടാവുക. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറഞ്ഞാൽ, നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഒരു പെണ്ണ് മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പള്ളിക്കൽ കൊണ്ടുവന്നാൽ ഒരു പെണ്ണിൻ്റെ മയ്യത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടി, ഒരു ഇമാമ് നിൽക്കുന്നത് ഏത് ഭാഗത്താണെന്നുള്ളത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചോളിട്ടോ. പള്ളിക്കൽ ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണ്ടി. ഒരു പെണ്ണിൻ്റെ മയ്യത്താണെന്നുണ്ടെങ്കിൽ ഇമാമ് നിൽക്കൽ ആ പെണ്ണിൻ്റെ പള്ളഭാഗത്താണ് നിൽക്കുക. ഇമാമ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അത് സ്ഥാനത്ത് ആണാണെന്നുണ്ടെങ്കിൽ ആ മയ്യത്തിൻ്റെ തലഭാഗത്താണ് നിൽക്കുക. അതായത് പെണ്ണാണെന്നുണ്ടെങ്കിൽ പള്ളഭാഗത്ത് നിൽക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അത്രക്കും പ്രൊട്ടക്ഷനാണ് ഈ പെണ്ണിന്. ജീവിച്ചിരിക്കുന്നത് വരെ ഉള്ള അതേമാതിരി പ്രൊട്ടക്ഷനാണ് മരിച്ചു കഴിഞ്ഞാലും എന്തുള്ളത്, ആ പെണ്ണിൻ്റെ പള്ളഭാഗത്ത് നിൽക്കുന്നത്. അത്രയും ഭാഗം എന്തായിക്കോട്ടെ മറ്റുള്ള ആളുകൾ കാണണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു മറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പള്ളഭാഗത്ത് ഇമാമ് നിൽക്കുന്നത്. നല്ലോണം മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കേസാണ്. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ടി. ആ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, പള്ളികളൊക്കെ മയ്യത്തൊക്കെ ആ പള്ളിപ്പറമ്പ് കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് കാണാം ഓപ്പണായിട്ട് കൊണ്ടുവരുന്നതാണ് ഒരു പെണ്ണ്. പല ആൾക്കാർ പെണ്ണുങ്ങൾ പല ശരീരം ഉണ്ടാവുക. നമ്മൾ മനുഷ്യനാണ്, നമ്മളിപ്പോൾ മനസ്സുകൊണ്ട് ആ പെണ്ണിൻ്റെ ശരീരം ഒന്നും പോലും പറയാൻ പാടില്ല. അത്രക്കും സൂക്ഷ്മത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറിയോ, ഓപ്പണാക്കി കൊണ്ടുവരാതെ അതിൻ്റെ മേലെ എന്തെങ്കിലും കട്ടിയുള്ള എന്തെങ്കിലും തുണികളോ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് എന്ത് ചെയ്യുക, ആ പെണ്ണുങ്ങളെ മയ്യത്തിൻ്റെ മേലെ എന്തെങ്കിലും കൊണ്ടുവരിക. അത് നിങ്ങൾ ചെയ്യുക. നമ്മളിങ്ങനെ അച്ചേക്ക് ഓപ്പണാക്കി കൊണ്ടുവരുന്നതുകൊണ്ട് നമ്മൾ കാണുന്നതുകൊണ്ട് പറയാം, നമ്മൾ പറയലുണ്ട് നിങ്ങളിങ്ങനെ കൊണ്ടുവരില്ലേ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കേസാണ്. അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഈ മയ്യത്തൊക്കെ കബറിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ പറയും, നിങ്ങൾ പടം ഉണ്ടെങ്കിൽ പടം കെട്ടി താത്തി പിടിച്ചോളി എന്ന് പറയുമ്പോൾ പടം ഇല്ലാറ്. ചില ആൾക്കാർ പറയും, എന്തിനാ പടം, മേലെ പായുണ്ടല്ലോ, പിന്നെ അതുണ്ടല്ലോ, എന്തിനാ അതിൻ്റെ ആവശ്യം എന്നൊക്കെ പറയും. നിങ്ങൾ ഈ പായും ഇതും ഉള്ളതുകൊണ്ടൊന്നുമല്ല, അത്രയും ചെരിച്ച് കെട്ടുന്ന സമയത്ത് ഒരു പെണ്ണിൻ്റെ ശരീരം ഭംഗി അത്രയും കാണും ചെരിച്ചിങ്ങനെ കെട്ടുന്ന സമയത്ത്. അപ്പോൾ അത് മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യണ്ട, കാണണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പടങ്ങൾ താത്താൻ വേണ്ടി പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞെന്ന കാര്യങ്ങൾക്ക് എവിടെയും ചോദിക്കുകയും ചെയ്യുക, പറയുകയും ചെയ്യുക.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എത്രയും പെട്ടെന്ന് മറ്റുള്ള ആളിലേക്ക് എത്തിച്ചു കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ വാക്കിലൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടാവും. ഞാൻ വലിയ പണ്ഡിതനൊന്നല്ല, കിതാബ് ഓതിയ ആളൊന്നല്ല, ഹദീസ് ഓതി അർത്ഥം വെക്കുന്ന ആളൊന്നല്ല. നമുക്ക് കുറേ നിച്ചുള്ള കാര്യങ്ങളും അനുഭവമുള്ള കാര്യങ്ങളൊക്കെ നിച്ചുള്ളതുകൊണ്ടാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് മറ്റുള്ള ആളിലേക്ക് എത്തിച്ചു കൊടുക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫാൾട്ടുകൾ നിങ്ങൾ പൊരുത്തപ്പെടുക. പടച്ച റബ്ബ് നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ കൂടെയൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ. അസ്സലാമു അലൈക്കും.